ഏയ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഞാൻ കല്ല് പോലെ അങ്ങ് നിന്ന് കൊടുത്തു. അവൻ്റെ കൈക്ക് നല്ല പണിയായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടിടത്തും കാണാൻ തോന്നെ ആൾക്കാരുണ്ടായിരുന്നല്ലേ? ഹായ്. ഓ, എൻ്റെ കയ്യിലാണെങ്കിൽ 4 പേര്. അയ്യോ അയ്യോ. എന്നാലും പോലീസ് വേഷത്തിൽ ഇന്നപ്പോൾ തന്നെ കയറി അങ്ങ് അടിച്ചു കളഞ്ഞല്ലേ. എടാ, നീ വിചാരിച്ച കുറച്ച് പോലീസിനെ ഇറക്കാൻ പറ്റൂലടാ. എടാ തന്നെ ആകെ സിമ്പിളായിട്ട് പറ്റും. പക്ഷെ ഉമ്മച്ചി സമ്മതിക്കൂലോടാ. എങ്ങനെ? ആ, പ്രശ്നം ഇനി വഷളാക്കണ്ടെന്നാണ് ഉമ്മച്ചി പറയണത്. ഞാൻ ആലോചിച്ചപ്പോൾ അതിലും ശരിയൊക്കെ ഉണ്ട്. എങ്ങനെ അളിയാ പൊടിയാ, സംഭവം നമ്മുടെ പ്രഭയും ലോപ്പസും പറയണതാണ് ശരി. അളിയൻ്റെ കല്യാണം എന്തായാലും മാറ്റി വെക്കാൻ പറ്റൂല. അപ്പം ഞാൻ പറയണതേ, സറണ്ടർ ആവണയാണ് ബുദ്ധി. സംഭവം ഒരു എറുമ്പ് അടിക്കുന്ന പോലെയുള്ളു. തപ്പേന്നങ്ങ് തീരും. ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് റൂട്ട് മാർച്ച് നടത്തിയാൽ മതി. നാണം കേട്ടോ മതി. സ്ഥലം എത്തി ബാക്കി ഇറങ്ങി നടന്നാൽ മതിയോ? അവൻ ചീത്ത വിളിച്ചു. നമ്മൾ പുറത്തിറങ്ങി നടക്കണേനെ അവന് കണ്ണ് കടി. കാറൊക്കെ നമ്മൾ വാങ്ങിക്കും. ആ, ചെന്ന് കയറിക്കോട്. ഹിന്ദിക്കാരനായതുകൊണ്ട് വലിയ എരിയൊന്നും വേണ്ടായിരിക്കും. കുറച്ച് പൊരിക്ക, ബാക്കി വറുത്തരച്ച് കറി വയ്ക്ക. ഇപ്പൊ തന്നെ പോണ? ആ, പോണം. ഒന്ന് കുടിച്ചേച്ചു. आपका बीबी मछली अच्छा बनाता है ना? मछली फ्राई अच्छा. बढ़िया. बस बस. തോർത്തെടുക്ക. ആവോ. കോണായില്ല. ആരെയും വരുമ്പോൾ രുചിയായിട്ടുണ്ടാകത്തില്ല. പൊരിച്ചെന്തേ? പൊരിച്ചില്ല, വറുത്തരച്ച് വെച്ചേ ഉള്ളു. നിന്റെ കൂടെ പൊരിക്കാൻ വേണ്ടല്ലേ ഞാൻ പോയത്. കുളിച്ചൊരുങ്ങി നിൽക്കാൻ വേണം 100 കൂട്ടം കറി ഉണ്ടാക്കണം. എവിടെ സമയം? പൊരിച്ചുണ്ടെന്നുകൊണ്ട് അയാളെ ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ പറയാൻ പറഞ്ഞ പോലെ കേൾക്കത്തില്ല. തോന്നി പോലെ അങ്ങ് ചെയ്തോളൂ. പൊരിക്കാൻ പറഞ്ഞ പൊരിച്ചോണം. അത്ര നിർബന്ധമാണെങ്കിൽ ഇത്തിരി വരെ ഇരിക്കാൻ പറ. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊരിച്ചു തരാം. എടി, കൈ കഴിയിരിക്കുന്നോട് കാത്തിരിക്കാൻ മാനമുള്ളം പറയത്തില്ല. ഓ, ഭയങ്കര മാനം. പിന്നെ എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് തലേ കമത്ത്. എന്നാ കമുത്ത്. ബാക്കിയുണ്ട് എടുത്ത് അയാളുടെ തലയിലും കമുത്ത്. നിർത്തി. ഈ വീട്ടിലെ പൊറുതി ഞാൻ നിർത്തി. बहन जी, ആ, കയറി വാ. അവിടെ അകത്തുണ്ട്. അമ്മണി വന്നിട്ടുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് ചെന്നാണ്. എനിക്കിപ്പോ ആരെയും കാണണ്ട. ഒരാൾക്ക് മാത്രമല്ല വിമാനം. ഇടി ഒന്ന് പതുക്കെ പറ. അവരവിടെ നിൽപ്പുണ്ട്.
കൈയായിപ്പോയി. അങ്ങനെയൊന്നും വിചാരിച്ചതല്ല, പറ്റിപ്പോയാണ്. അവൾക്കും വാശി കാണൂലേ? അണ്ണാ അണ്ണാ ഉറങ്ങാണ്. കടലിളകി വന്നാലും മല പോലെ നിൽക്കുന്ന ആളാണ് അമ്മണിയണ്ണ. അമ്മണിയണ്ണ ഒന്ന് കുലുങ്ങി അഞ്ചുതെങ്ങാർ കണ്ടിട്ടേ ഇല്ല. അപ്പം പറയും അവർ ശിവനും പാർവതിയും പോലായിരുന്നു എന്ന്. രുക്മിണി ചേച്ചി അങ്ങ് പോയപ്പോൾ അണ്ണൻ്റെ ഉശിരാകെ അങ്ങ് കെട്ടു. 2-3 ദിവസമായല്ല, ഇനി അങ്ങോട്ട് വന്നൂടെ? ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അണ്ട സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. നിങ്ങൾക്ക് അതങ്ങ് പുറത്തൂടെ? എനിക്കേ കുറെ കൂടെ എരിവും പുളിയും കൂട്ടി മീൻകറി വെക്കാൻ അറിയാം. അതെടുത്ത് അണ്ണന്റെ തലയെ കമത്തിയാ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ എന്തായിരുന്നു ഈ പണിക്ക് പോക്ക്? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളു. ഇപ്പം ആണെങ്കിൽ അണ്ണൻ്റെ മനസ്സൊന്ന് കലങ്ങിയിരിക്കുകയാണ്. അടിയും പിടിയൊക്കെ അങ്ങ് മറക്കും. ആ പരുവത്തിന് കല്യാണം അങ്ങ് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ. എടി ചേച്ചി നിക്കൊള്ളാലോ. എൻ്റെ പിണങ്ങിപ്പോക്കൊണ്ട് നിനക്കെന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ആവട്ടെ. അണ്ണൻ നല്ലോണം ക്ഷീണിച്ചിരിക്കുകയാണ്. അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ ഒളിക്കുവാൻ വരും. ഡേയ്, നീ സംഭവം പറഞ്ഞ എന്തൊരു അവൻ പരിപാടി വിട്ട മട്ടാണ് കേട്ടാ. പോടാ. ഇന്ന് രാവിലെ ഞാൻ അവൻ്റെ മുമ്പ് ചെന്ന് ചാടി. എന്നെ കണ്ടിട്ടൊന്നും ഗവനിച്ച പോലുമില്ല. ഞാൻ എന്തരാ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഒരൊറ്റ പോക്ക്. അവനാളെ മനസ്സിലായി കാണൂല. മനസ്സിലാവാത്തോണ്ടൊന്നുമല്ല, അവൻ്റെ ഭാര്യ ഉണങ്ങിപ്പോയി. രുക്മിണിയ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവൻ ചെന്ന് വിളിച്ചിട്ട് പോലും അവളെ തിരിച്ചു തന്നില്ലെന്ന്. എന്തായാലും അവൻ്റെ 10 ഇതി താന്നിട്ടുണ്ട്. അളിയ, ഇതാണ് പറ്റിയ സമയം. എൻ്റെ ചിറ്റപ്പൻ്റെ വീടോട് അടുത്താണ്. ഗോപയും പിള്ളേരെയും വിളിച്ചാല ശത്രുവിന് ക്ഷീണം സംഭവിച്ചുകൊണ്ട് നമ്മുടെ പണി എളുപ്പമാണ്. കടുത്ത പ്രയോഗമെല്ലാം വേണോ? ജീവഹാനി വരെ സംഭവിക്കാം. പക്ഷെ ചെലവ് കൂടും. വേണ്ട. പിന്നെ എന്നെ അടിയാ അവന്റെ കൈ പൊങ്ങരുത്. പൊങ്ങില്ല, അവൻ്റെ കയ്യും കാലും പൊങ്ങില്ല. അവനെ നമ്മുടെ വരുതി കൊണ്ടുവരും. പണിക്കർ ഉപാസിക്കുന്നത് ചില്ലറക്കാരെയല്ല, എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരും. ഈ മുറ്റത്ത് കൊണ്ടുവരും. എൻ്റെ ദേവി, അയ്യോ കാലം സൈക്കിളല്ലോ. അവൻ വന്നു. ആര്? അമ്മണി. പുറത്തോട്ടല്ല, അകത്തോട്ട്. ഇല്ല, എനിക്കും കിട്ടും. പോ. അയ്യോ, എന്നെ ചങ്കും ചക്രം 2 പാത്രത്തിലാകുമെന്ന് തോന്നുന്നു. കയറുവാ കയറുവാ, അങ്ങകത്തോട്ട് കയറുക. പണിക്കരെ, ഒരു പരിഹാരം കാണാനായിരുന്നു. 2 വഴിക്കായി അല്ലേ? 6-7 ദിവസമായി. ഒരു വശം തളർന്ന പോലെയാണ്. നക്ഷത്രം എന്തുവാ? ഭാര്യയുടെ തിരുവാതിര. അതിന് കടുപ്പോ? അങ്ങനെ ഇങ്ങനൊന്നും വരത്തില്ല. പക്ഷേ വരണമല്ലോ, ഇല്ല നമ്മൾ വരുത്തും. മുഖം സ്ത്രീവശ്യമാണ്. വശീകരിക്കേണ്ടത് സ്വന്തം ഭാര്യയെ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു പ്രയോഗം മതി. എന്താ അല്ലേ? എന്നാ പിന്നെ വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് വരാം. ആള് വരേണ്ട അങ്ങോട്ടാണല്ലോ അല്ലേ? ആയിക്കോട്ടെ. പിന്നെ നിന്ന് അമ്മയുടെ കാര്യമായിട്ട് അമാന്തം വിചാരിക്കുന്നില്ല. ഇന്ന് രാത്രി തന്നെ ചെയ്താക്കാം. എന്താ? നീ അകത്തുള്ളത് കൊണ്ടാണ് അമ്മണി പിള്ള ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. ഇനി നീ ഇരിക്കും. ഇതിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. എൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ.
അയാളുടെ കാര്യത്തിൽ എന്തൊരു ചെയ്യണമെന്ന് ഞാൻ പറയാം. അല്ല അതിപ്പോ ഇങ്ങനെ അതിനുള്ളത് വേറെ തരാന്ന്. അങ്ങനെ പറ. അല്ലെങ്കിൽ ഇപ്പൊ കാച്ചുള്ളിടത്തോട്ട് ദൈവം പോകത്തുള്ളൂ. മഹാകാളി, ഭദ്രകാളി, ഭദ്രകാളി. പിള്ളേ, ഒരു 12 മണി കഴിയുമ്പോൾ ഒരു തോർത്തെടുത്തോണ്ട് പോയി 4 തൊട്ട് വെള്ളം തലയിലൊഴിക്കണം. ശേഷം ഈ ഏലസാരയെ കിട്ടണം. പിന്നെ ഈ സിന്ദൂരം നെറ്റിയിലും കഴുത്തിലും നെഞ്ചത്തും ഒക്കെ പുറക്കണം. എന്നിട്ട് ഇന്ന് വിളിക്കണം, കൂടെ വരും. വിളിക്കണമെന്ന് പറഞ്ഞാലേ പുള്ളിക്കാരി കിടന്നുറങ്ങുന്ന മുറിയുടെ കഥകയെ ചെന്ന് തട്ടിയാ മതി, ഇറങ്ങി വരും. വരൂ. കണ്ടവന്റെ ഭാര്യ വരും. അപ്പോഴാ സ്വന്തം ഭാര്യ. അല്ല, രാത്രി തന്നെ പോണോ? സ്ത്രീ വശീകരണ മന്ത്രം 1001 വട്ടം ഉരുവിട്ടതാണത്. എനിക്ക് ഉറപ്പാ, അച്ചട്ടാ ആദ്യം കാണുന്നവള് കൂടെ പോരും. അപ്പൊ പകരം വിട്ടുവോ? അതാ രാത്രി പോണമെന്ന് പറഞ്ഞത്. ഈറം മാറണ്ട, ഇനി ഉരിയാട്ടവും വേണ്ട. അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം. ഈ പറഞ്ഞൊക്കെ ബോധ്യമായോ? ദേവി എന്നെ കാത്തോണേ. കടവിലാളുണ്ടാടേ. നാട്ടുകാരെ മുമ്പേ അവൻ തുണിയില്ലാ നിൽക്കണ എനിക്ക് കാണണം. കിട്ട നേരത്ത് അണ്ണ ഇതെന്തിനാ ഈ നേരത്ത്? എന്തിരി ആളും പാടൊക്കെ എന്തിനാ? എന്തിനു പറ്റി അണ്ണ? ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഏതാ മാരി? അമ്മിണി അതുകൊണ്ടല്ല ചന്ദ്രികയുടെ കയ്യിലി വെറുതെ അല്ല പെണ്ണുമ്പെണ്ണ കളഞ്ഞിട്ട് പോയത്. സത്യവാനും സാവത്രിയും കളിച്ചോട്ടാണ് പെണ്ണാട്ടി മാപ്പിളെ. സാവത്രി കളഞ്ഞിട്ട് പോയി. സത്യവാ അതാ തുണിയില്ലാതെ ഇങ്ങനെ.
അണ്ണൻ വിഷമിച്ചിരിക്കുകയാണ്. നീ കാവലിരുന്ന അണ്ണന്റെ വിഷമം മാറുക. എന്തിനാണ് ഈ കുന്തമെല്ലാം കൂടെ അടച്ചുപൂട്ടി ഇട്ടിരിക്കണത്? നിങ്ങൾ വല്ലതും കഴിച്ചോ? രാവിലത്തെ കൊഴക്കട്ടുണ്ട്. ഞാൻ ഇത്തിരി കാപ്പിയിടാം. ചെല്ലടാ ചെല്ലേ. പണിക്കരൊരു ഏൽസ് വന്ന് അതും കിട്ടി നിന്നെ വിളിക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് വിചാരിച്ചു നിങ്ങൾ അവളെ കാണാൻ പോയെന്ന്. നിങ്ങളെ പേരന്തരാശിയായി, നാട്ടിലെ വിലയും പോയി. ആദ്യം പോയിന്ന് കുളിക്കാൻ നോക്ക്. ചെല്ല്. തെക്കുന്തറ ഷാപ്പി രാവിലത്തെ കള്ളു വന്ന് കാണും. പോയൊരു 3 കുപ്പി അങ്ങ് പിടിപ്പിക്കേ. എന്തെങ്കിലും മനസ്സിൽ വെച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇളിക്കുന്നവനെയൊക്കെ തല്ലിയര്. നാളെ ഒരുത്തനും നിങ്ങൾ കേട്ടോ കേൾക്കാതെയോ ഈ കഥ പറയാൻ തോന്നില്ല. അടിക്കുമ്പോൾ അമ്മാതിരി അടി അടിക്കണം.